എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ KMC കൊമ്പൻ്റെ ലൈവിൽ, ഓൾഡ് ലൈവിൽ മീൻസ് ഒരു 4-3 വർഷങ്ങൾക്ക് മുന്നേ, അത് 2020-19 കാലഘട്ടങ്ങളിൽ നമ്മുടെ KMC കൊമ്പൻ ലൈവ് ഇട്ട സമയത്ത് KMC കൊമ്പനെ കൊന്ന കുറച്ച് പ്ലേയേഴ്സിൻ്റെ, അത് മീൻസ് ഓൾഡ് IDs കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. മെയിനായിട്ട് നമ്മുടെ KMC കൊമ്പനെ കൊന്ന പ്ലേയേഴ്സിൻ്റെ ID കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ KMC കൊമ്പൻ്റെ ടീമിൽ ഒരുത്തനെ അവന്മാർ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ KMC കൊമ്പൻ അതുപോലെ KMC കൊമ്പൻ്റെ ടീമിൽ ഒരുത്തനും പാടുള്ള അലവ്, KMC കൊമ്പൻ അതുപോലെ വേറെ പ്ലെയറും പാടുള്ള അലവ്. അപ്പോൾ KMC കൊമ്പൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ അവന്മാർ നോക്കിയിട്ട് ഇപ്പോൾ KMC കൊമ്പൻ മാത്രമുള്ള ഒരു ടീമിൽ അലവ്. അപ്പോൾ KMC കൊമ്പൻ നേരെ കയറിയിട്ട് അതൊരു പ്ലെയർ അടുത്തോട്ട് നേരെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നോക്കണി ഈ ഒരു വീടിൻ്റെ ഉള്ളിലാണ് അതിന് എനിമി തോന്നുന്നുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരുത്തനെ നൈസായിട്ട് അടിച്ച് നോക്കിയിട്ടെങ്കിലും പിന്നെ അവൻ്റെ പാർട്ണറും കൂടി ഉണ്ടാകും, അവൻ നൈസായിട്ട് വന്ന് നമ്മൾ KMC കൊമ്പന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിൽ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് ആ പുള്ളിക്കാരൻ. അപ്പോൾ നമ്മൾ ആ ഒരു പുള്ളിക്കാരുടെ ID കാര്യങ്ങൾ നോക്കിയ സമയത്ത് ഇതാണ് ഗൈസ് ആ ഒരു പുള്ളിക്കാരുടെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ടും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് പേരും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരുടെ ലെവലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 71 ലെവലും കാണിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തുള്ള ബോയ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല, പണ്ട് കുറേ എലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിച്ചുള്ള ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് എലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അക്കൗണ്ടിൽ. ഇപ്പോൾ കുറേ കൂട്ടർക്ക് സംശയമുണ്ട് ഇവരെങ്ങനെയാണ് ഫസ്റ്റ് എലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല ഗൈസ്, അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ കയ്യിൽ പിടിച്ചിരുന്ന ഈ ഗണ്ണ് കണ്ടോ, ഈ ഒരു അമ്പുപ്പില്ല്, അത് ഈ പുള്ളിക്കാരനെ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് എലൈറ്റ് എടുത്താൽ മാത്രമേ ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് എലൈറ്റ് വന്നിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ID ഇൻസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കിൽസും കാര്യങ്ങളും നോക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ രണ്ടാമത്തെ ID എന്ന് പറയുന്നത്. രണ്ടാമത്തെ ID മീൻസ് നമ്മുടെ കൊമ്പൻ്റെ രണ്ടാമത്തെ ഗെയിം പ്ലേ ഇതാണ്. അപ്പോൾ ഇതിൽ നോക്കണി മേലായിട്ട് ഒരു സ്കോഡഞ്ഞ് നിൽക്കണ്ടായിട്ട് ഒരുത്തന്നെ നമ്മുടെ കൊമ്പൻ നൈസായിട്ട് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരുത്തരും മഴ വന്നപ്പോൾ തന്നെ നോക്കിയിട്ട് പിന്നെ ഗ്രാനേഡിലാണ് നമ്മൾ നൈസായിട്ട് നമ്മുടെ കൊമ്പൻ നോക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ KMC കൊമ്പൻ്റെ ടീമേറ്റും കാര്യങ്ങളൊക്കെ മേലോട്ട് കയറി വരുന്നുണ്ട്. ആ ഒരു ടീമേറ്റിൻ്റെ ആണെങ്കിൽ അവന്മാരുടെ ടീമേറ്റാണ് നൈസായിട്ട് KMC കൊമ്പൻ്റെ ടീമേറ്റിന് നൈസായിട്ട് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ വേറെ പ്ലെയറും പാടെ വന്നു, പിന്നെ നമ്മൾ KMC കൊമ്പൻ്റെ ടീം മൊത്തം വൈപ്പായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്, ഒരു പ്ലെയർ ID കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയർ ID കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് പ്ലെയർ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയ സമയത്ത് ഞാൻ പുള്ളിക്കാരൻ ആക്റ്റീവ് ആവാതെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ 30 ഡേയ്സിനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ കളി നിർത്തി പോയിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ലൈറ്റ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ ബൂയ പാസ് കാര്യങ്ങളെന്ന് വന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ടല്ല, ഫുള്ള് പണ്ടത്തെ ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തൊരു അക്കൗണ്ട് കൂടിയാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ല എന്ന് എൻ്റെ അഭിപ്രായമില്ല, സ്കാമേഴ്സോ എങ്ങനെയൊക്കെ അക്കൗണ്ട് പോയതാണോ, അതിൻ്റെ പുള്ളിക്കാരെ കളി നിർത്തിയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ബയോയിൽ എഴുതിയിരിക്കുന്നത് ഹണി ബണ്ണി ഓൺ വൺ ടാപ്പ് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ID കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേറ്റ് നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ റോഡ് ടു 4K മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ 4K കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനതിലൊട്ടും വേറെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ KMC കൊമ്പനാണെങ്കിൽ ഒരു ഫൈറ്റിങ് കാര്യങ്ങൾ ചെയ്ത് എഴുത്തും കാര്യങ്ങളൊക്കെ കൂട്ടിയും കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ നമ്മൾ KMC കൊമ്പൻ്റെ ടീമിൽ ഒരു നൈസിനെ നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ KMC കൊമ്പൻ്റെ ടീമേറ്റും പാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ടീമിൽ എൻ്റെ ടീമിലാണെങ്കിൽ ഒരുത്തം മാത്രമുള്ള അലവ്, നമ്മൾ KMC കൊമ്പൻ മാത്രമുള്ള അലവ് നേരെ ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്ത് നമ്മൾ KMC കൊമ്പൻ്റെ ടീമേറ്റിൻ്റെ അടുത്താണ് നമ്മുടെ KMC കൊമ്പൻ്റെ അടുത്ത് തന്നെ ടീമേറ്റ് ഉണ്ട്. അതായത് ഒരുത്തരം നൈസായിട്ട് നമ്മുടെ KMC കൊമ്പൻ നോക്കിയത്, പിന്നത്തെ ഒരു പ്ലെയർ നോക്കിയിട്ട് അവനെ നൈസായിട്ട് നോക്കിയ സമയം പെട്ടെന്ന് ഉള്ളിൽ കയറിയതാണെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ KMC കൊമ്പനെ പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയർ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. നേരെ ID കാര്യത്തിലോട്ടൊക്കെ പോയി നോക്കാം.
അപ്പോൾ ഗൈസ് നോക്കണി ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇത് പറയുന്നത് ഇതാണ്. നമ്മുടെ ആ പുള്ളിക്കാരൻ്റെ ഐഡി ഇല്ല, പുള്ളിക്കാരൻ്റെ ഒപ്പം കളിച്ച ഫ്രണ്ടിൻ്റെ ഐഡി കിട്ടുക. ആ ഒരു പുള്ളിക്കാരൻ നോക്കണി 2 അവർ ആയിട്ടുള്ള ആക്റ്റീവായി കളിച്ചിട്ട്. അപ്പോൾ നോക്കുന്ന ആ രീതിക്ക് ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. പണ്ട് മുതൽ ഇതുവരെയായിട്ട് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഒരു പ്ലെയർ നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്നതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ ഫസ്റ്റത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ നോക്കുക നല്ല രീതിക്ക് റയർ ആവാനുള്ള ഒരു അക്കൗണ്ട്, നല്ല രീതിക്ക് ലെജൻഡറി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടെ തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ്, ചിലപ്പോൾ ഇല്ലാതിരിക്കാൻ ചാൻസ്. നോക്കണേ 70 ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ലിസ്റ്റിലെ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഐഡി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് അതുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക. അതുകൂടാതെ നിങ്ങൾ ചാനൽ കൂടെ സബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മൾ അടുത്ത ക്ലിപ്പിലോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഐഡി കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ ക്യാംസി കോമിൻ്റെ ലൈവിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കണേ ആ ഒരു പുള്ളിക്കാരൻ ക്യാംസി കോം നേരെ ഇവിടെ വന്ന സമയത്ത് തന്നെ റേഞ്ച് പോയ പോലെ നിൽക്കുന്നത്. അവനെ നൈസ് ചെയ്ത് നമ്മൾ ക്യാംസി കോമിനെ നോക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു കില്ല് പെട്ടെന്ന് തന്നെ ഫിനിഷ് സമയത്താണ് ക്യാംസി കോമിൻ്റെ അടുത്തൊരു വേറെ പ്ലെയറും അവിടെ വന്നു. അവന്മാരാണ് നൈസ് നമ്മൾ ക്യാംസി കോമിനെ തീർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ക്യാംസി കോമിനെ തീർത്തവൻ്റെ ഈ ഒരു ഐഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമ്മൾ നേരെ ഐഡി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കേണ്ടതാണ് സാർ പുള്ളിക്കാരൻ ഐഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയ സമയത്ത് 8 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ള ആക്റ്റീവായി കളിച്ച നല്ല രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ ആവാൻ ചാൻസ് കൂടുതലുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. പ്രൊഫൈലത്തെ സമയത്താണ് കേസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ല രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ കൂടെ അല്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ 19 ബാഡ്ജ് 92 ബാഡ്ജ് ഒരു ബാഡ്ജ് അങ്ങനെയൊക്കെയുള്ള ഈ ഒരു പുള്ളിക്കാരൻ ബാഡ്ജ് എടുത്തിട്ട്, അതായത് ഇടയ്ക്കും തലയ്ക്കൊക്കെ കയറി കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കൂടെ ഈ പ്ലെയർ കളി നിർത്തിയിട്ടില്ല എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഫോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യമാണ് ഈ പുള്ളിക്കാരൻ കളി കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിട്ട് കളിക്കുന്നത്, അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ, പറയാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബാഡ്ജും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഈ ഒരു പുള്ളിക്കാരനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ ഐഡി കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഐഡിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുകൂടാതെ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ കൂടെ സബ് ചെയ്തേക്കുക. നമ്മൾ റോഡ് ടു 4K ആണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ 4K എന്ന വലിയൊരു മൈൻഡ് സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഐഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മൾ അടുത്ത ഐഡി എന്ന് പറയുന്നത്. നമ്മൾ ക്യാംസി കോമ്പിൻ്റെ ടീമിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാംസി കോമ്പിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ ക്യാംസി കോമ്പിനാണെങ്കിൽ കവർ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഓടിപ്പോവാണെന്ന് തോന്നുന്നത്. അപ്പോൾ നൈസായിട്ട് നമ്മൾ ക്യാംസി കോമ്പിനെ അവന്മാരുടെ നൈസായിട്ട് പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനാണ് ഗൈസ് നമ്മുടെ ക്യാംസി കോമ്പിനെ തീർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ഐഡി കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ ടൈപ്പും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണമെങ്കിൽ ഗൈസ് ആ പുള്ളിക്കാരെ കളി നിർത്തിയിരുന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ 30 ഡേയ്സ് ആയിട്ട് ആക്റ്റീവ് ആവാതെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. കുറച്ച് ഓൾഡ് പ്ലെയർ തന്നെയാണ്, പക്ഷേ ഈ പുള്ളിക്കാരെ കളി നിർത്തിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നിങ്ങൾക്ക് ബാഡ്ജും കാര്യങ്ങളും നോക്കിയാൽ കാണാൻ പറ്റും പോലെ 30 ഡേയ്സ് ആയിട്ടുണ്ട് ആക്റ്റീവ് ആയിട്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ കളി നിർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്തിരുന്നത്, മുന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്തത് കാര്യമാണ്. ഓൾഡ് അക്കൗണ്ട് പോയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ട് പോയിട്ടുണ്ട്, സ്കാമായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾ ഹാക്ക് കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ അക്കൗണ്ട് പോയതാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരത്തൊക്കെ പറഞ്ഞത് എടുക്കാൻ പറ്റും തന്നെയാണ്. അപ്പോൾ അത് എടുക്കണതിൻ്റെ വീഡിയോ വേണം നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.